പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിൻ്റെ 6-ാമത്തെ ഞായറാഴ്ചയാണിത്. ഏവർക്കും കർത്താവിൻ്റെ ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ച് ധ്യാനിക്കാനായി വിശുദ്ധ കുർബാനയിൽ സുവിശേഷം നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. പുത്രൻ്റെ അധികാരത്തെക്കുറിച്ചാണ് ഈശോ ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഉയർപ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്ന ദൈവജനം എപ്രകാരമായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത് എന്ന് ഈശോ നമ്മളെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. 2 ആത്മീയ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇന്നത്തെ തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം മുഴുവനും നമ്മൾ കാണുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പുത്രൻ്റെ ജീവിതത്തിൽ പിതാവിനുള്ള സ്വാധീനത്തെക്കുറിച്ചുമാണ്. തിരുവചനം വളരെ വ്യക്തമായും മനോഹരമായും ഇങ്ങനെ പറയുന്നു: പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. ഈശോയും ദൈവപിതാവും തമ്മിലുള്ള ബന്ധം എത്രമാത്രം അടുപ്പമുള്ളതാണ് എന്നുള്ളതാണ് ഈ തിരുവചനം ഒന്നാമതായി എടുത്തു കാണിക്കുന്ന കാര്യം. പിതാവിൽ നിന്ന് കണ്ടുപഠിച്ചത് മാത്രമാണ്, കേട്ടത് മാത്രമാണ് ഈശോ ഈ ഭൂമിയിൽ ചെയ്തതും നമ്മളെ അറിയിച്ചതും. അതുകൊണ്ട് തന്നെ അതെല്ലാം നന്മയായിരുന്നു, അതെല്ലാം രക്ഷാകരമായിരുന്നു, അതെല്ലാം സുവിശേഷമായിരുന്നു. ഇതിനൊരു രണ്ടാമത്തെ ഒരു പ്രായോഗിക അർത്ഥമുള്ളത് നമ്മുടെ തന്നെ ജീവിതങ്ങളോട്, നമ്മുടെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ സാഹചര്യങ്ങളോട് ഈ തിരുവചനത്തെ ചേർത്ത് വെച്ച് വായിക്കണം എന്നുള്ളതാണ്. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. ഇത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഏറെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കുട്ടികൾ എങ്ങനെയാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനം. മാതാപിതാക്കളുടെ ജീവിതം അത്രയേറെ കുട്ടികളുടെ മനസ്സിനെ, ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ഈ കാലത്തും ഈ തിരുവചനം അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ശരിയാണ്. കുട്ടികൾ മാതാപിതാക്കളെ അതേപടി കോപ്പ് ചെയ്യുകയാണ്. പിതാവ് ചെയ്യുന്നതെല്ലാം അതേപടി പുത്രനും ചെയ്യുന്നു, മാതാവ് ചെയ്യുന്നതെല്ലാം അതേപടി മകളും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ അതിൻ്റെ ഈ കാലത്തിനനുസരിച്ചുള്ളൊരു വ്യാഖ്യാനം നമുക്ക് പറയാം. സാധാരണ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്: മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. ദൈവത്തെ ഉദ്ദേശിച്ച് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ എത്ര ഒളിച്ച് മറച്ച് ചില കാര്യങ്ങൾ ചെയ്താലും ദൈവം അതെല്ലാം കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊരു CCTV ക്യാമറക്കാരും അതേ വാക്യം തന്നെ അവരുടെ പരസ്യത്തിനായി എടുത്തു: മുകളിലിരിക്കുന്ന ഒരാൾ എല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ സുവിശേഷം നമ്മളെ ഈ കാര്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യുന്നതെല്ലാം അതേപടി കുട്ടികൾ അനുകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്യത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടതുണ്ട്. താഴെ നിൽക്കുന്നവർ എല്ലാം കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ, താഴെ നിൽക്കുന്നവർ, അവരെല്ലാം കാണുന്നുണ്ട്. അവരെല്ലാം അതേപടി അനുകരിക്കാനും ആവർത്തിക്കാനും അവർ പരിശ്രമിക്കുകയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, മുതിർന്നവരായി ഉള്ളവരെല്ലാം, ആർക്കെങ്കിലുമൊക്കെ മുകളിലായി ഉള്ളവരെല്ലാം ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ, കുട്ടികൾക്ക് അനുകരിക്കാൻ, ആവർത്തിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ നാം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മനോഭാവത്തിലും അവർക്ക് മാതൃകയായി നൽകുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് വീടുകളിൽ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്: നീ അവനെ കണ്ടു പഠിക്കുക, അല്ലെങ്കിൽ അയാളെ പോലെ ആകുക. എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല, നീ എന്നെ കണ്ടു പഠിക്കുക, എന്നെ പോലെയാവ്? അവരുടെ മുമ്പിൽ ആവാൻ പറ്റിയ നല്ലൊരു മാതൃകയാണ് നമ്മളെന്ന് നമുക്ക് തന്നെ തോന്നുന്നില്ലേ? ഈശോ ആത്മീയമായി പറഞ്ഞ ഈ തിരുവചനത്തിന്, പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്ന് പറയുന്ന ആ തിരുവചനത്തിന് നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ, ഈ കാലത്തെ ജീവിതത്തിലും വലിയ ആത്മീയ പ്രായോഗിക അർത്ഥങ്ങളുണ്ടെന്ന് മറക്കാതിരിക്കാം. താഴെ നിന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് എന്ന് ഓർമ്മിക്കാം. അതുപോലെ തന്നെ അവർക്ക് മാതൃകയാവാൻ പറ്റിയ കാര്യങ്ങളെ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാകാവൂ എന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു. നേതാക്കളാകുന്നവർ, സമൂഹത്തിൽ അധികാരങ്ങളുള്ളവർ,
കുടുംബങ്ങളിൽ അധികാരങ്ങളുള്ളവർ എല്ലാവരും എപ്പോഴും മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ നന്മയായത് മാത്രമേ പറയുകയും ചെയ്യുകയും ചെയ്യാവൂ എന്ന് ഈശോ നമ്മളെ ഇന്നൊരു പ്രായോഗിക തലമായി ഈ തിരുവചന ഭാഗം കാണിച്ച് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതൊരു തിരുവചനത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ഈശോ പറഞ്ഞ ഒരു വാക്യമാണ്. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നമ്മുടെ മുമ്പോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. കേൾക്കുകയും വിശ്വസിക്കുകയും. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത്. നമ്മൾ ആരെ കേൾക്കുന്നു, ആരെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നമ്മൾ കേൾക്കുന്നതനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പർദീസായിൽ ഏദേൻ തോട്ടത്തിൽ ഉണ്ടായ ഒരു കാര്യം തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ആദവും ഹൗവയും ആദിമാതാപിതാക്കന്മാർ അവർ ആദ്യം ദൈവത്തെ കേട്ടിരുന്നു, ദൈവത്തെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാൽ എപ്പോഴോ ഒരു കാലത്ത് ഹൗവ പിശാചിനെ കേട്ടു. അതുകൊണ്ട് തന്നെ പിശാച് പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തു. ആള് മാറി കേൾക്കുകയും ആള് മാറി വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് അവർ അനുഭവിച്ചത്. അതവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അതവരെ പറുദീസായിൽ നിന്ന് പുറത്താക്കി അവർക്ക് ജീവിതത്തിലേക്ക് ശാപങ്ങൾ കൊണ്ടുവരുന്നതിനത് കാരണമായി. നമ്മൾ ആരെ കേൾക്കുന്നു, ആ കേൾവി വഴി ആരെ വിശ്വസിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാലത്ത് നമുക്ക് നിരവധി സ്വരങ്ങൾ നമ്മുടെ ചുറ്റും മുഴങ്ങുന്നുണ്ട്. അതിൽ ആരിലേക്കാണ് നമ്മുടെ ചെവികൾ ആകർഷിക്കപ്പെടുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കേൾക്കേണ്ടത് ദൈവത്തെയാണ്. അത് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കേൾക്കേണ്ടത് സുവിശേഷമാണ്. നമ്മൾ കേൾക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങളുടെ സ്വരങ്ങളാണ്. നമ്മൾ കേൾക്കേണ്ടത് നമ്മുടെ മനസാക്ഷിയെയാണ്. നമ്മൾ കേൾക്കേണ്ടത് നമ്മുടെ സഭയെയാണ്, സഭയുടെ പ്രബോധനങ്ങളെയാണ്. ഇതൊക്കെ കേൾക്കുകയും ദൈവത്തെ, സുവിശേഷത്തെ, സഹോദരങ്ങളെ, മനസാക്ഷിയെ, സഭയെ, സഭയുടെ പ്രബോധനങ്ങളെ കേൾക്കുന്നവർ ഈ കാര്യങ്ങളെ വിശ്വസിക്കും. എന്നാൽ ഇതിന് പകരം ഈ ലോകത്തിൻ്റെ സ്വരങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ, ഈ ലോകത്തിൻ്റെ സന്തോഷമെന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ, നമ്മൾ അതിനെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അത് നമുക്ക് നാശം കൊണ്ടുവരും. ഹൗവയ്ക്കും ആദത്തിനും സംഭവിച്ചത് നമുക്ക് സംഭവിക്കും. എന്നാൽ ദൈവത്തെ, സുവിശേഷത്തെ, സഹോദരങ്ങളെ, മനസാക്ഷിയെ, സഭയെ കേൾക്കുന്നവർക്ക് അത് കേൾവിയും അതോടൊപ്പം ദൈവത്തിലേക്കുള്ള വിശ്വാസ വളർച്ചയും അത് നിത്യജീവനും കൊണ്ടുവരുന്ന കാര്യമായി മാറുകയും ചെയ്യും. വിശുദ്ധ ലൂക്കാ സുവിശേഷം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. ഈശോ പറയുന്നു, ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നാളുകളിലൊക്കെ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ അവകാശവാദങ്ങൾ നമ്മുടെ ചെവികളിലേക്ക് പറഞ്ഞു തരികയായിരുന്നു. നമ്മളതെല്ലാം കേട്ടു. ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിച്ച് ഒരുപക്ഷെ കേരളം മുഴുവൻ വോട്ട് ചെയ്തത്. ആ കേൾവിയാണ് അതിൻ്റെ പ്രതിഫലനമായി വോട്ടും തെരഞ്ഞെടുപ്പിലുമൊക്കെ മാറുന്നതെന്ന് ഞാൻ കരുതുന്നു. സ്നേഹമുള്ളവരെ, നല്ലത് കേൾക്കാൻ, ദൈവത്തെ കേൾക്കാൻ, ആത്മീയമായത് കേൾക്കാൻ നമുക്കിടവരട്ടെ. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കിന്ന് ലോകത്തിൻ്റെ നമുക്കിഷ്ടമുള്ള, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കാൻ ഈ ലോകം തത്രപ്പെട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ കേൾക്കാൻ ചിലപ്പോൾ സമയമില്ലാതെ പോകുന്നു. വീട്ടിലുള്ളവരെ അവർക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു. എല്ലാവർക്കും തിടുക്കമാണ്, എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും മറ്റുള്ളവരോട് പറയാനാണുള്ളത്, അവരെ കേൾക്കാനല്ല. നമുക്കൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കാം. നമുക്ക് സംസാരിക്കാൻ ഒരു നാവും അല്ലെങ്കിൽ ഒരു വായും, കേൾക്കാൻ 2 ചെവികളുമാണുള്ളത്. അതൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇരട്ടി മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവണം. കാരണം നമുക്ക് 2 കാതുകൾ ദൈവം തന്നിട്ടുണ്ട്. സംസാരിക്കാൻ ഒരു വായുള്ളപ്പോൾ കേൾക്കാൻ 2 ചെവികളാണ് തന്നിരിക്കുന്നത്.
സംസാരിക്കുന്നതിൻ്റെ ഇരട്ടി കേൾക്കാൻ തയ്യാറാകണമെന്നാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ കേൾക്കാൻ, ദൈവികമായത് കേൾക്കാൻ, അതുവഴി ദൈവത്തെ കൂടുതലായി വിശ്വസിക്കാനും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാനും ഉത്ഥാനത്തിൻ്റെ ജനതയായ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നല്ലത് കേട്ട്, ദൈവത്തെ ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തിനെതിരായ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞ് ഹൗവയ്ക്കും ആദത്തിനും പറ്റിയ അബദ്ധം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതെ ഏറ്റവും ഉചിതമായതും നല്ലതും മാത്രം കേട്ട് ദൈവത്തിലേക്ക് കൂടുതലായി വളരാൻ ഈ ദിവസം നമ്മളെ സഹായിക്കട്ടെ. ഈ ഞായറാഴ്ച ദിവസം, കർത്താവിൻ്റെ ദിവസം എല്ലാവർക്കും ഏറെ അനുഗ്രഹീതമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.